തളരാത്ത മനസ്സുമായി പരിമിതികളോട് പൊരുതി അതിനെ തോൽപ്പിച്ച ഒരു ഭിന്നശേഷിക്കാരിയും ഈ തെരഞ്ഞെടുപ്പിലെ നേരിടാൻ മുൻനിരയിലുണ്ട്. കോഴിക്കോട് മുക്കം നഗരസഭയിലാണ് റീജ തെക്കപ്പൊയിൽ വീൽചെയറിൽ കന്നിയംഗത്തിനിറങ്ങുന്നത്. അധ്വാനിച്ച് കുടുംബം പുലർത്താൻ തനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജനസേവനത്തിനും ഇറങ്ങിക്കൂടാ എന്ന ചിന്തയാണ് റീജയെ മത്സരരംഗത്ത് എത്തിച്ചത്. മുക്കം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 107 സ്ഥാനാർത്ഥികൾ വിവിധ ഡിവിഷനുകളിൽ മത്സരരംഗത്തിറങ്ങുമ്പോൾ വ്യത്യസ്തയായൊരു സ്ഥാനാർത്ഥിയും അക്കൂട്ടത്തിലുണ്ട്. വിധി തളർത്തിയ ശരീരത്തിന്റെ പരിമിതികളെ ജീവിതത്തിലുടനീളം പൊരുതി തോൽപ്പിച്ച ഭിന്നശേഷിക്കാരിയായ റീജ തെക്കേപ്പൊയിൽ. മുക്കം നഗരസഭ കയ്യേരിക്കൽ ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായാണ് റീജ മത്സരിക്കുന്നത്. ഞാനിവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, അറിയണം. എല്ലാ സഹകരണവും വേണം, വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്നവരാണ് സാധാരണക്കാരായ മനുഷ്യർ. അധ്വാനിച്ച് കുടുംബം പോറ്റാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനുമൊക്കെ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിന്നുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് മത്സരത്തിനിറങ്ങിയതെന്നാണ് റീജ പറയുന്നത്. ഇലക്ഷൻ മത്സരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരായ എല്ലാവരും എല്ലാ രംഗത്തും വരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. പിന്നെ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കിട്ടിയ ഈ ഒരു അവസരം അത് വിനിയോഗിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ എല്ലാ അസൗകര്യങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വികസനം വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പം വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. 10ാം വയസ്സിൽ വന്ന പോളിയോ രോഗമാണ് റീജയുടെ ചലനശേഷിയെ തളർത്തിയത്. പക്ഷേ വിധിക്ക് മുന്നിൽ തളരാൻ റീജ ഒരുക്കമായിരുന്നില്ല. കന്യംഗത്തിനിറങ്ങിയ റീജ വീടുകളിൽ വോട്ട് ചോദിക്കാൻ എത്തുന്നതെല്ലാം വീൽചെയറിലാണ്. മണാഞ്ചേരിയിൽ തയ്യൽ കട നടത്തിയാണ് റീജ കുടുംബം പുലർത്തുന്നത്. കൈകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് തൊഴിൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആകെയുള്ള വില്ലൻ മഴയാണ്. എന്നാൽ ദൂരെ സ്ഥലങ്ങളിൽ പോയി വോട്ട് ചോദിക്കാൻ സഹായമായി സുഹൃത്തുക്കളും റീജയ്ക്കൊപ്പമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.